യെസ്, ശ്രീ ഗോപകുമാർ, എന്തായാലും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. SFI സംസ്ഥാന സെക്രട്ടറിയെ അടക്കം പ്രതി ചേർത്തിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചത്, പിന്നെ ദേഹോപദ്രവം, പോലീസുകാരെ ദേഹോപദ്രവം ഏൽപ്പിച്ചത് ഒക്കെ ചാർജസ് ആണ്. അതൊക്കെ അറിയാം നമുക്ക്. ഇനി ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്, നാടകമാണ് എന്നെല്ലാവർക്കും അറിയാം. ഇതൊക്കെ പിന്നീട് പിൻവലിക്കുമല്ലോ. ഇന്ന് ഡോക്ടർ സിസ തോമസ് തന്നെയായിരുന്നല്ലോ ഇവരുടെ ടാർഗറ്റ്. കേരളത്തിലെ സർവകലാശാലകളിലെ ഒന്നിലും ഈ വൈസ് ചാൻസലർമാരെ അവരുടെ വിഹിതത്തിന് വഴങ്ങാത്തവരെ പ്രവർത്തിക്കേണ്ട എന്നുള്ളതാണ് SFIയുടെ നിലപാട്. ഇപ്പൊ കേരള സർവകലാശാലയില് മോഹൻ കുന്നുമ്മൽ സാർ വന്ന സമയത്തും അതുപോലെ അദ്ദേഹത്തിന്റെ പല നിലപാടുകളോടും അദ്ദേഹം സർവകലാശാലയിൽ വരുന്നത് തടയാൻ വേണ്ടി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ കുടിൽ കെട്ടി സമരം ചെയ്തു. ഇപ്പോ ഡോക്ടർ സിസ തോമസ് മാഡം താൽക്കാലിക ചാർജുള്ള വൈസ് ചാൻസലറായിട്ട് കേരള സർവകലാശാലയിലേക്ക് വരുന്ന സമയത്ത് സർവകലാശാലയുടെ ജീവനക്കാര്, അതേപോലെ തന്നെ സർവകലാശാലയിലെ അധ്യാപകര് ഇവരെ പ്രധാന കവാടം ഉപരോധിക്കുകയായിരുന്നു. അവർക്ക് പ്രധാന കവാടത്തിൽ കൂടെ വൈസ് ചാൻസലറുടെ ചേംബറിലേക്ക് സർവകലാശാലയ്ക്കുള്ളിലേക്ക് കടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അതേപോലെ തന്നെ ആ സമയത്ത് അവര് സെനറ്റ് ഹാൾ വഴി കടന്നാണ് വൈസ് ചാൻസലറുടെ ഓഫീസിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുള്ളത്. തൊട്ടടുത്ത ദിവസം SFI സമരക്കാർ വന്നിട്ട് അവരെ തടയാൻ ശ്രമിച്ചു. സർവകലാശാലയിലേക്ക് കടന്നു വന്ന വൈസ് ചാൻസലർ രണ്ടാം ദിവസം തടയാൻ ശ്രമിച്ചു. അതേപോലെ തന്നെ പിന്നീട് SFIക്കാര് അവരെ കടക്കാൻ അനുവദിക്കില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ ഔദ്യോഗിക ജീവിതത്തെ ജീവനക്കാരും സിൻഡിക്കേറ്റ് അംഗങ്ങളും അവരെ വെല്ലുവിളിച്ചു. 2 ദിവസം മുൻപ് ഈ കേസുമായി ബന്ധപ്പെട്ട സർവകലാശാലയിലെ വിവരങ്ങൾ സമാഹരിച്ച് കൊടുക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടായി. അങ്ങനെ വന്ന സമയത്ത് സെക്ഷനിൽ പരിശോധിക്കാനായിട്ട് വൈസ് ചാൻസലർ പോകുന്ന സമയത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരിട്ട് അവിടെ ചെന്നിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ സർവകലാശാലയുടെ സെക്ഷനുകളിലേക്ക് പോകാൻ പാടില്ല, നിങ്ങൾ രജിസ്ട്രാറിനോട് ചോദിച്ചിട്ട് ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ചു കൊള്ളണം, ചേംബറിൽ ഇരിക്കാനേ പാടുള്ളൂ, സർവകലാശാലയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി ജീവനക്കാരോട് ആശയവിനിമയം നടത്താനോ അത്തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കാനോ സെക്ഷനുകൾ പരിശോധിക്കാനോ പാടില്ല. ഈ നിലയിൽ തിട്ടൂരം കൊടുക്കുകയാണ്. അതുപോലെ വൈസ് ചാൻസലർ എന്നുള്ള നിലയിൽ രജിസ്ട്രാറുടെ കേസ് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ സിൻഡിക്കേറ്റിന്റെ തീരുമാനം മാത്രമേ സർവകലാശാലയിൽ അറിയിക്കാൻ പാടുള്ളൂ. ഈ തരത്തിൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറെ വരുതിക്ക് നിർത്താൻ ശ്രമിക്കുകയാണ്, ഭീഷണിപ്പെടുത്തി. സെക്ഷനിൽ പോകാൻ പാടില്ല, ഞങ്ങൾ പറയുന്നത് കോടതി കേസിൽ കൊടുക്കണം. ഈ തരത്തിൽ എത്രയൊക്കെ സമ്മർദ്ദം ചെലുത്താമോ ആ തരത്തിലൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ്. അതുപോലെ അങ്ങ് കഴിഞ്ഞ ചോദ്യത്തിൽ ഒന്ന് സൂചിപ്പിക്കേണ്ടായി, സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് സസ്പെൻഷൻ റിവോക്ക് ചെയ്യുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു യോഗം നടന്നതായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഒരു അജണ്ട വെച്ചാണ് യോഗം വിളിച്ചത്, ഫൈനലൈസേഷൻ ഓഫ് ഫാക്ച്വൽ റിപ്പോർട്ട്. അതായത് ഈ രജിസ്ട്രാറുടെ കേസ് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കൊടുത്ത കേസിൽ അദ്ദേഹം 5 റെസ്പോണ്ടൻസിനെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊരു റെസ്പോണ്ടന്റ് എന്നുള്ള നിലയിൽ സർവകലാശാല സിൻഡിക്കേറ്റിന്റെ ഉത്തരവാദിത്വം പാലിക്കാൻ വേണ്ടിയിട്ട് ഫാക്ച്വൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ആ അജണ്ട വെച്ചാണ് യോഗം വിളിച്ചത്. അജണ്ടയ്ക്ക് പുറമെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കണമെന്നാണ് ആ സമയത്ത് ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ വാശി പിടിച്ചത്. അപ്പോൾ പലപ്പോഴും അവർ പറയാറുണ്ട് കോടതിയെ ബഹുമാനിക്കാറുണ്ട്. മാത്രമല്ല അവർ പോകുന്നിടത്തും നടക്കുന്നിടത്തും ഒക്കെ ഇപ്പോ ഭരണഘടനയുടെ പകർപ്പുകൊണ്ടാണ് നടക്കുന്നത്. രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്ത് പുറത്തു പോയിട്ട് തിരിച്ച് അദ്ദേഹം അടുത്ത ദിവസം സർവകലാശാലയിൽ വന്നു. സസ്പെൻഷൻ നടത്തിയതിനു ശേഷം സസ്പെൻഡ് ചെയ്യപ്പെട്ട വൈസ് ചാൻസലർ രജിസ്ട്രാർ പിറ്റേ ദിവസം സർവകലാശാലയിൽ വന്നു. അദ്ദേഹം ഈ തരത്തിൽ ഒരു ഭരണഘടനയുടെ പകർപ്പ് കൊടുത്താണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ സർവകലാശാലയ്ക്കുള്ളിൽ വരാൻ പാടില്ല എന്നുള്ള സാമാന്യ നിയമം പോലും അറിയാത്ത ആ ആള് ഭരണഘടന വാങ്ങി വെക്കുകയാണ്. അതേപോലെ തന്നെ ഭരണഘടനയെ കുറിച്ച് എപ്പോഴും പറയുന്ന ആള് ഭരണഘടനാ പദവി അനുസരിച്ച് ഭരണഘടന അനുശാസിക്കുന്ന നിയമം അനുസരിച്ച് 4ാമത്തെ ഉന്നത പദവിയിലിരിക്കുന്നയാളാണ് നമ്മുടെ കേരളത്തിന്റെ ഗവർണർ. അങ്ങനെ ഭരണഘടനാപരമായി 4ാമത്തെ പദവിയിലിരിക്കുന്ന ഗവർണർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ രജിസ്ട്രാർ എന്നുള്ള നിലയിൽ താൻ പോകരുത് എന്ന് അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഡോക്ടർ KS അനിൽകുമാർ സാറിന് മനസ്സിലായില്ല? അദ്ദേഹം ഈ ഭരണഘടനയൊക്കെ വാങ്ങി എവിടെയാണ് സൂക്ഷിക്കുന്നത്? ഒന്ന് യാത്രക്കിടയിലോ ഏതെങ്കിലും ഒഴിവു സമയം കിട്ടണമെങ്കിൽ ഒന്ന് മറിച്ചു നോക്കിയിരുന്നെങ്കിൽ ഈ തരത്തിൽ അദ്ദേഹത്തിന് അബദ്ധം പറ്റുമായിരുന്നില്ല. ഭരണഘടനയുടെ 4ാമത്തെ പദവി അലങ്കരിക്കുന്ന ഉന്നത വ്യക്തിത്വം, ആ പദവിയിലിരിക്കുന്ന ആളിനെ അപമാനിക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറാവില്ലായിരുന്നു. അപ്പൊ ഈ ഭരണഘടനയെ കുറിച്ച് ഒരു ഭാഗത്ത് പറയും, സ്റ്റാറ്റ്യൂട്ടിനെ കുറിച്ച് ഒരു ഭാഗത്ത് പറയും, ബഹുമാനപ്പെട്ട കോടതിയെ കുറിച്ച് പറയും. ഇങ്ങനെയൊക്കെ പറയുന്നവർ തന്നെ ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് ലംഘിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പൊ ഇന്ന് തന്നെ ഈ ബഹുമാനപ്പെട്ട
വൈസ് ചാൻസലർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ 27 കുട്ടികൾക്കെതിരെയാണ് SFIക്കാർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്, കിട്ടുന്ന വിവരം. 1000 പേരെ കണ്ടാൽ അറിയാവുന്നവരെ പ്രതി ചേർത്തും കേസെടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ വൈസ് ചാൻസലർ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അതേപോലെ തന്നെ രജിസ്ട്രാറിനെ ചാർജ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അപ്പൊ അവർക്ക് സർവകലാശാലയിൽ കിടക്കാൻ സമ്മതിക്കുന്നില്ല. ഇന്നലെ അവരെ സർവകലാശാലയിൽ അവരുടെ ഔദ്യോഗിക നിർവഹണത്തിന് തടസ്സപ്പെടുത്തി. അപ്പൊ രജിസ്ട്രാറെ ചട്ടവിരുദ്ധമായിട്ട് പുനഃസ്ഥാപിച്ചുവെന്ന് അവർ അവകാശപ്പെടുന്ന രജിസ്ട്രാറെ കുടിയിരുത്തിക്കൊണ്ട് രജിസ്ട്രാർ വശം സർവകലാശാലയെ പിടിച്ചെടുക്കാനും VC എന്നുള്ള ഒരു പദവി വേണ്ട. ഇന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ചില സിൻഡിക്കേറ്റ് അംഗങ്ങൾ സെക്ഷനിലൊക്കെ പോകുന്ന സമയത്തും അതുപോലെ തന്നെ സർവകലാശാലയെ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലൊക്കെ അവർ അവകാശപ്പെടുന്നത് ഇനി ഇവിടെ VC ഇല്ല, ഞങ്ങൾ തീരുമാനിക്കും, വൈസ് ചാൻസലർക്ക് യാതൊരു പവറും ഇല്ല. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല. സർവകലാശാലയെ സംബന്ധിച്ച് പരമാധികാരി എന്ന് പറയുന്നത് ചാൻസലറാണ്. ആ ചാൻസലർക്ക് താഴെ വൈസ് ചാൻസലറാണ് സർവകലാശാലയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ പരമാധികാരി. അദ്ദേഹത്തിനെ സഹായിക്കാനുള്ള ഒരു ബോഡി എന്നുള്ള നിലയിലേ സിൻഡിക്കേറ്റ് ഉള്ളൂ. സിൻഡിക്കേറ്റിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ അജണ്ട വെച്ച് വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗം വിളിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊന്നുമല്ല, ഞങ്ങളാണ് സർവകലാശാലയുടെ പരമാധികാരി. ഇനി ഇവിടെ VC ഒന്നുമില്ല, സംഘീയാണ് VC. അതേപോലെ തന്നെ സർവകലാശാലയുടെ വൈസ് ചാൻസലറെ അപമാനിച്ചുകൊണ്ടുള്ള ഫോട്ടോകൾ, ഫ്ലെക്സ് ബോർഡുകൾ സർവകലാശാലയെ സ്ഥാപിക്കുകയാണ്. ഗവർണറെ അപമാനിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയാണ്. എന്തൊരു നിയമപരമായ അരാജകത്വമാണ് സർവകലാശാലകൾ അരങ്ങേറുന്നത്. ഞെട്ടിപ്പിക്കുന്ന അരാജകത്വമാണ്. ഈ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടുകൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് എനിക്ക് സമയത്ത് ആവശ്യപ്പെടാറുള്ളത്. യെസ്.